ഈശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായി സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സഭയുടെ സ്വഭാവവും സഭയുടെ ഘടനയും സംബന്ധിച്ച് ഈശോ നമ്മൾ പഠിപ്പിക്കാൻ ഉപയോഗിച്ച ഒരു ഉപമയാണ് മുന്തിരിച്ചെടിയും ശാഖകളെന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതാണ്. അത് വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കി കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുന്നു. ഇതിൻ്റെ കർത്താവ് പറയുകയാണ്, കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് പറയുകയാണ്, മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. സ്നേഹമുള്ളവരെ, ബന്ധങ്ങളുടെ ശൃംഖലയാണ് ക്രൈസ്തവ ജീവിതം. ദൈവവുമായി, സഭയുമായി, മനുഷ്യരുമായുള്ള അഭേദ്യമായ ബന്ധം ഉണ്ടെങ്കിലേ ക്രിസ്തീയ ജീവിതം എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തായ്തണ്ടിനോട് ചേർന്ന് നിന്ന് സഹകരിച്ച് തായ്തണ്ടിൽ നിന്ന് വെള്ളം സ്വീകരിച്ച് വളർന്നു വരുന്നവർക്ക് യഥാർത്ഥത്തിൽ ക്രിസ്തീയമായിട്ടുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഉപമയിലൂടെ കർത്താവ് പറയുന്നത് ഈ ബന്ധങ്ങളുടെ ശൃംഖല വളർത്തണം, വലുതാക്കണം, ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ബന്ധങ്ങളിൽ എങ്ങനെയാണ് വളരേണ്ടത്, ഈ ബന്ധങ്ങൾ എങ്ങനെയാണ് ശക്തിപ്പെടുത്തേണ്ടതെന്ന് പറയാനായിട്ട് 3 വാക്കുകൾ ഇറ്റാലിയൻ ഭാഷയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 1 പരോള, 2 പാന്, 3 പോവരി. ഈ 3 വാക്കുകളിൽ നിന്നുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ദൈവവുമായി, സഭയുമായി, മനുഷ്യരുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെ ഊട്ടി ഉറപ്പിച്ച് നല്ല ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധിക്കും എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. പരോള എന്ന വാക്ക് 3 പീസ്. പരോള എന്ന വാക്ക് വേർഡ് ഓഫ് ഗാഡ്, വചനം. അതാണ് പരോളയ്ക്ക് ഇറ്റാലിയൻ ഭാഷയിലുള്ള വാക്ക്. അവിടെ മാർപ്പാപ്പ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വചനം വായിച്ചാൽ പോരാ, ധ്യാനിച്ചാൽ പോരാ, വചനത്തിലേക്ക് ആകർഷിച്ചാൽ പോരാ. എന്തു വേണം? വചനത്തെ നമ്മൾ സ്നേഹിക്കണം. വചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ക്ഷണമാണെന്നും ആ ക്ഷണം സ്വീകരിച്ച് വചനം നമ്മുടെ ജീവിതത്തിൽ അലിഞ്ഞേരുമ്പോഴാണ് ആ ഫലം പുറപ്പെടുവിക്കുന്ന വചനമായിട്ട് മാറുകയുള്ളൂ എന്ന് പറയാണ്. നമുക്കറിയാം, ഒരുപാട് പേര് വചനം വായിക്കുന്നവരുണ്ട്. 2, 3, 4, 5 പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിൾ വായിച്ചവർ, പുതിയ നിയമം വായിച്ചവർ, അതുപോലെ പലരും ഇന്ന് പ്രത്യേകിച്ച് വളരെ അഭിനന്ദനീയമായുള്ള കാര്യം എന്ന് പറയുന്നത് കുട്ടികളും മുതിർന്നവരും ചെറുപ്പക്കാരും ഒക്കെ വചനം കൈകൊണ്ട് എഴുതി അങ്ങനെ പുസ്തക രൂപത്തിലാക്കുന്നു. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വചനം ഫലപ്രദമാകണമെങ്കിൽ വചനം വായിച്ചാൽ പോരാ, വചനം പകർത്തി എഴുതിയാൽ പോരാ, വചനം പ്രഘോഷിച്ചാൽ പോരാ, വചനത്തിലേക്ക് മറ്റുള്ളവരെ ആകർഷിച്ചാൽ പോരാ. നമ്മുടെ തന്നെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ വചനം ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിന് ഭാഗമാകണം. വചനത്തെ സ്നേഹത്തോടുകൂടി വായിക്കുകയും ആർത്തിയോടുകൂടി വായിക്കുകയും ആ വചനം എൻ്റെ ജീവിതത്തിൽ ദൈവം തരുന്ന സന്ദേശമാണ്, അതെൻ്റെ ജീവിതത്തിന് ആവശ്യമാണെന്ന് മനസ്സിലാക്കി നീങ്ങുകയും ചെയ്യണം. നമുക്കറിയാമല്ലോ, നമ്മുടെ കോട്ടയം MG യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറായിരുന്ന ജാൻസി ജെയിംസ് മാഡം, അവർ ഒരു കൺവെൻഷനിൽ പങ്കെടുത്ത സമയത്ത് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്. വളരെ സിമ്പിളാണ്, ആർക്കും ചെയ്യാൻ പറ്റുന്ന അനുകരണീയമായിട്ടുള്ള വചനത്തോടുള്ള ഉപാസനയാണ്. അതായത് പ്രൊഫസർ പറയായിരുന്നു, ഞാൻ നേരം വെളുത്ത് എഴുന്നേറ്റാൽ ആദ്യം ഞാൻ തിരുവചന ഗ്രന്ഥമെടുത്ത് വായിക്കും. അതുപോലെ തന്നെ ഞാൻ കിടക്കാൻ പോകുന്നതിന് മുമ്പും
ചെയ്തിരുന്നത് എപ്പോഴും വചനം വായിച്ച് അങ്ങനെ ദൈവത്തിൻ്റെ വചനം ജീവിതത്തിൽ തുടങ്ങാനായിട്ട് ഉപയോഗിക്കുന്നു. ദൈവത്തിൻ്റെ വചനം രാത്രി വിശ്രമത്തിന് പോകുമ്പോഴും ഞാൻ ഉപയോഗിച്ചിരുന്നു. അങ്ങനെയാണ് ഞാൻ യഥാർത്ഥത്തിൽ വചനത്തോടുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത്. നമുക്കറിയാലോ, 5-ാം നൂറ്റാണ്ടിൽ നമുക്ക് നേതൃത്വം നൽകിയ നമ്മുടെ സഭാപിതാവ് 4-5 നൂറ്റാണ്ടിൽ സെൻ്റ് അഗസ്റ്റിൻ വിശുദ്ധ വചനത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നത് തിരുവചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രേമലേഖനമാണെന്നാണ്. പ്രേമലേഖനം നമുക്കറിയാലോ, ഒരു ലവ് ലെറ്റർ ഇന്നത്തെ കാലത്ത് ഒരു പക്ഷേ ലവ് ലെറ്റർ ഒന്നും എഴുതാനില്ലേ, മൊബൈലിലൂടെയും വാട്സപ്പിലൂടെയൊക്കെയാണ് ഈ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്നത്, പ്രേമം പ്രകടിപ്പിക്കുന്നതൊക്കെ. പണ്ടൊക്കെ അങ്ങനെയല്ല, ലവ് ലെറ്റർ എഴുതാണ്. അപ്പോൾ പ്രേമലേഖനം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് ഇഷ്ടമുള്ളവർ, നമ്മുടെ ഹൃദയത്തോട് ഇണങ്ങി പോകുന്നവർ, താല്പര്യമുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതുന്നു, എന്തെങ്കിലും തരത്തിൽ പറയുന്നു. അപ്പോൾ നമ്മൾക്ക് ആർത്തിയോടുകൂടി താല്പര്യത്തോടു കൂടി അത് കാണാനും കേൾക്കാനും അതുപോലെ വായിക്കാനൊക്കെ ആയിട്ട് പരിശ്രമിക്കും. അപ്പോൾ സെൻ്റ് അഗസ്റ്റിൻ പറയാണ്, ഇതുപോലെ പിതാവായ ദൈവം മനുഷ്യവർഗത്തിന് അയച്ച പ്രേമലേഖനമാണ് തിരുവചനം, വചനഗ്രന്ഥം, വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ പ്രേമലേഖനം വായിക്കുന്നത് മാത്രം താല്പര്യം കാണിക്കുന്നുവോ, അതുപോലെ വായിക്കാനുള്ള താല്പര്യം, ബൈബിൾ വായിക്കാൻ, ബൈബിൾ ഇറ്റ് ഈസ് എ മെസ്സേജ് ഫോർ മീ ഫ്രം ദ ലോർഡ് എന്ന് മനസ്സിലാക്കി നീങ്ങാനുള്ള താല്പര്യം ഉണ്ടാകണം. കർത്താവ് എന്താ പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയാണ്, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് പറയുന്നത്. നമ്മൾ മൃതംസ്കാര ശുശ്രൂഷയുടെ അവസരത്തിൽ എല്ലാം ഇപ്പോഴും കേൾക്കുന്ന വചനമാണിത്. അപ്പോൾ ഈശോയ്ക്ക് നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരായി മാറണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ തിരുവചനത്തോടുള്ള ആർത്തി, സ്നേഹത്തോടു കൂടി അത് വായിക്കാനും ധ്യാനിക്കാനും, അത് ദൈവം എനിക്ക് നൽകിയിട്ടുള്ള സന്ദേശമാണ്, ദൈവമാണ് സന്ദേശത്തിലൂടെ എന്നെ വഴി നടത്തുന്നത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള ചിന്താഗതി നമുക്കുണ്ടാകണം. ഫ്രാൻസിസ് അസീസി പുണ്യവാൻ ഓരോ ദിവസവും പ്രഭാതത്തിൽ തിരുസന്നിധിയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം സക്രാരിലേക്ക് നോക്കി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ലോർഡ് വാട്ട് ഈസ് ദ മെസ്സേജ് ഫോർ മീ ടുഡേ? ഇന്ന് നീ എനിക്ക് വേണ്ടി തരുന്ന സന്ദേശം എന്താണ്? അത് ചോദിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് അസീസി പുണ്യവാൻ തൻ്റെ ജീവിതം ആരംഭിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ തിരുവചനം എന്ന് പറയുന്നത്, മാർപ്പാപ്പ ഈ ശൃംഖലകൾ, ബന്ധത്തിൻ്റെ ശൃംഖലകൾ ശക്തമാക്കാനായിട്ട് ചെയ്യേണ്ട ആദ്യം പരോള എന്ന് പറയുമ്പോൾ, വചനം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അതാണ്. ദൈവവചനം ദൈവത്തിൽ നിന്നുള്ള എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ക്ഷണമാണ്, സന്ദേശമാണ്. അത് ഞാൻ എന്തുമാത്രം ഉള്ളിലേക്ക് താല്പര്യത്തോടു കൂടി സ്വീകരിക്കുന്നുവോ അത്രമാത്രമേ ഈ ദൈവവുമായി, സഭയുമായി, അതുപോലെ തന്നെ മനുഷ്യരുമായിട്ടുള്ള എൻ്റെ ബന്ധം ഊട്ടി ഉറപ്പിക്കപ്പെടുകയുള്ളൂ, ശക്തിപ്പെടുകയുള്ളൂ എന്ന് മാർപ്പാപ്പ പറയാണ്. രണ്ടാമത് മാർപ്പാപ്പ ഉപയോഗിക്കുന്ന പദമെന്ന് പറയുന്നത് പാനെ എന്നാണ്. പാനെ എന്ന് പറഞ്ഞാൽ ബ്രെഡ്, അപ്പമാണത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായി, മനുഷ്യരുമായി, സഭയുമായി നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്ന പാന എന്താണ്? അത് വിശുദ്ധ കുർബാനയാണ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഹോളി യൂക്കറിസ്റ്റ് എന്ന് പറയുന്നത്. അത് വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന മണിക്കൂറാണ്. അതാണ് ആർച്ച് ബിഷപ്പ് പൊട്ടൻഷ്യസ് ഉപയോഗിക്കുന്ന വാക്ക്, രൂപപ്പെടുത്തുന്ന മണിക്കൂർ. എൻ്റെ അന്നത്തെ ഓരോ ദിവസത്തെ ജീവിതത്തെയും രൂപപ്പെടുത്തുന്നത് അൾത്താരയിൽ നിന്നാണ്, വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. അതിന് ഇറ്റ്സ് എ ഹാർട്ട് ഓഫ് ദി ഡേ. നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂർ എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയിൽ യോഗ്യതയോടുകൂടി, ഭക്തിയോടുകൂടി, ഏകാഗ്രതയോടുകൂടി, വിശ്വാസത്തോടുകൂടി പങ്കെടുത്ത് അങ്ങനെ ഈശോയെ ഉള്ളിലേക്ക് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യങ്ങളിൽ സ്വീകരിക്കുന്നതാണ്. അതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മാർപ്പാപ്പ കൃത്യമായിട്ട് ഈ ഈ അപ്പത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാലോ, വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഈശോയുടെ പ്രബോധനം. കർത്താവ് അന്ത്യത്താഴവേള വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അത് കഴിഞ്ഞ് അതിന് പിറ്റേ ദിവസം കർത്താവ് തൻ്റെ ഏക ബലി അർപ്പിച്ചു. ഈ ബലി അർപ്പിച്ചപ്പോഴും അതുപോലെ തന്നെ അതിന് മുമ്പ് കുർബാന സ്ഥാപിച്ചപ്പോഴും മാർപ്പാപ്പ ശരിക്കും പറഞ്ഞാൽ കർത്താവ് എന്താണ് വിശുദ്ധ കുർബാന എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതാണല്ലോ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് യൂക്കറിസ്റ്റിക് ചാപ്റ്റർ, വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഈശോയുടെ പ്രബോധനം. അതിൽ 6-ാമത്തെ അധ്യായം 53-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയാണ്, മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യാതെ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുകയില്ല. അതാണ് ഈശോയുടെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ദർശനം എന്ന് പറയുന്നത്. അപ്പോൾ ഈശോ അപ്പത്തിൻ്റെ വീഞ്ഞിൻ്റെ സാദൃശ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഈശോ തന്നെ മുഴുവനായിട്ട് നമുക്ക് തരിക ചെയ്യുന്നത്.
അങ്ങനെ നമ്മൾ തന്നെ തരാതെ, അതുകൊണ്ടാണല്ലോ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള കൂദാശകളെക്കുറിച്ചുള്ള സഭയുടെ പ്രബോധനത്തിൽ പറയുന്നത്, മറ്റ് കൂദാശകളൊക്കെ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ കൃപ സ്വീകരിക്കുന്നു, കർത്താവിൻ്റെ ബലിയിലൂടെ കർത്താവ് നേടിയ ആ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുന്നു. പക്ഷേ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ കർത്താവിനെ തന്നെയാണ് വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുക. അപ്പോൾ കർത്താവ് തന്നെ മുഴുവനായിട്ട് നമുക്ക് തരുന്ന കൂദാശ എന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ കുർബാന. നമുക്കറിയാലോ, കൂദാശകളിൽ ഇടയ്ക്കിടയ്ക്ക് എന്നും സ്വീകരിക്കാവുന്ന കൂദാശ വിശുദ്ധ കുർബാനയാണ്. കുമ്പസാരം എന്നും സ്വീകരിക്കാം, സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും എന്നും കുമ്പസാരിക്കുമ്പോൾ സഭ നിഷ്കർഷിക്കുന്നില്ല. പക്ഷേ കർത്താവ് പറയുന്നു വിശുദ്ധ കുർബാന ഇല്ലാതെ, കുർബാന സ്വീകരിക്കാതെ, കുർബാന യോഗ്യതയോടുകൂടി പങ്കുചേർന്ന് കുർബാന സ്വീകരിക്കാൻ സാധിക്കാതെ ഒരു ക്രിസ്ത്യാനിക്ക് പോലും അർത്ഥപൂർണമായ രീതിയിൽ ക്രിസ്തീയ ജീവിതം നയിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഏതെങ്കിലും മണിക്കൂറിലെ ഒരു കർമ്മമല്ല. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മൾ രൂപപ്പെടുത്തുന്ന മണിക്കൂറാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഹൃദയമാണ്. ഓരോ ദിവസത്തെ ജീവിതത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന അർപ്പണമാണ്. നമ്മുടെ മദർ തെരേസ സൗദിയിൽ പോയപ്പോൾ ഉണ്ടായ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സൗദിയിൽ മഠം സ്ഥാപിക്കാനായിട്ട് പോയ അവസരത്തിൽ മദർ തെരേസയോട് രാജാവ് ചോദിച്ചു, മഠം സ്ഥാപിക്കാൻ അനുവാദം തരാം, പക്ഷേ ഞങ്ങൾക്ക് മഠം സ്ഥാപിക്കാൻ മാത്രം അനുവാദം തന്നാൽ പോരാ, കൂട്ടത്തിൽ വൈദികനെ കൊണ്ടുവരാനുള്ള അനുവാദം കൂടി തരണം. അതായിരുന്നു മദർ തെരേസ സൗദി രാജാവിനോട് പറഞ്ഞത്. സൗദി രാജാവ് പറഞ്ഞു, മഠം സ്ഥാപിക്കാൻ അനുവാദം തരാം, എന്തിനാണ് വൈദികനെ കൊണ്ടുവരുന്നത്? കാരണം അപ്പോൾ മദർ തെരേസ പറഞ്ഞു, വി ലിവ് ത്രൂ ക്രൈസ്റ്റ് ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ത്രൂ എ പ്രീസ്റ്റ്. ഞങ്ങൾ ക്രിസ്തു വഴിയാണ് ജീവിക്കുന്നത്. ക്രിസ്തുവിനെ ഓരോ ദിവസവും കുർബാനയിലൂടെ സ്വീകരിക്കാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല. പക്ഷേ ക്രിസ്തുവിനെ ഞങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നത് വൈദികൻ്റെ കരങ്ങളിലൂടെയാണ്. അതുകൊണ്ട് മഠം സ്ഥാപിക്കാം, പക്ഷേ മഠം സ്ഥാപിക്കുന്നതിന് മുമ്പിൽ മഠം സ്ഥാപിക്കാൻ മാത്രം അനുവാദം തന്നാൽ പോരാ, ഞങ്ങൾക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള, വൈദികനെ കൊണ്ടുവരാനുള്ള അനുവാദം കൂടി ഞങ്ങൾക്ക് തരണം. ഞാൻ ഓർക്കുകയാണ്, ആർച്ച് ബിഷപ്പ് തൂങ്കുഴി പിതാവ്, നമ്മുടെ മാർ ജേക്കബ് തൂങ്കുഴി പിതാവ് ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഒരു ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും ദിവികാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വൈദികൻ ഏത് ചുമതല ഏൽപ്പിക്കാൻ എനിക്ക് മടിയില്ല എന്നാണ് ആർച്ച് ബിഷപ്പ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അത് നേരിട്ട് കേട്ടിട്ടുള്ള, പല പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു വാക്യമാണ്. ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും കർത്താവിൻ്റെ തിരുസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഏതൊരു വൈദികന് ഏത് കാര്യം ഏൽപ്പിക്കാനും എനിക്ക് മടിയില്ല എന്നുള്ള നമ്മുടെ തൂങ്കുഴി പിതാവിൻ്റെ സാക്ഷ്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അനുദിനം നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന അത് നമ്മളെ വിശുദ്ധ കുർബാനയിലേക്ക് വളർത്തുന്നതും, അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാന നമുക്കറിയാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി നിൽക്കേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയായിട്ട് തീരണം നമ്മുടെ ജീവിതം. അതാണ് മാർപ്പാപ്പ പാനെ, ബ്രെഡ് ഓഫ് ലൈഫ്, ജീവൻ്റെ അപ്പം എന്ന രീതിയിലുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചത്. അത് വിശുദ്ധ കുർബാനയാണ്. അപ്പോൾ അതുകൊണ്ട് സഭയുമായി, ദൈവവുമായി, മനുഷ്യരുമായുള്ള നമ്മുടെ ബന്ധങ്ങളുടെ ശൃംഖല ശക്തിപ്പെടുത്തണമെങ്കിൽ രണ്ടാമത്തേത് വിശുദ്ധ കുർബാനയാണ്. അത് ജീവൻ്റെ അപ്പമായിട്ടുള്ള വിശുദ്ധ കുർബാന, ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മൂന്നാമതായിട്ട് മാർപ്പാവ് പറയാണ്, പോവരി എന്ന് പറയുന്നത് പുവർ, അതായത് പാവപ്പെട്ടവരുടെ കാര്യമാണത്. അപ്പോൾ ദൈവവുമായി, സഭയുമായി, മനുഷ്യരുമായി നമ്മുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനുള്ള മൂന്നാമത്തെ ശൃംഖല എന്ന് പറയുന്നത് പാവങ്ങളോടുള്ള നമ്മുടെ കാഴ്ചപ്പാടാണ്. മാർപ്പാപ്പ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമാണല്ലോ, സഭ പാവങ്ങളുടെ സഭയാകണം, പാവങ്ങളോടൊപ്പമുള്ള സഭയാകണം, പാവങ്ങൾക്ക് വേണ്ടിയുള്ള സഭയാകണം. പുവർ ചർച്ച് ഫോർ ദ പുവർ എന്നാണ് മാർപ്പാപ്പ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത്. വിൻസെൻ്റ് പോൾ പുണ്യവാൻ നമുക്കറിയാലോ, ഈ ഗുഡ്നസ് ടിവിയുടെയൊക്കെ സ്വന്തമായിട്ടുള്ള വിൻസെൻ്റ് പോൾ പുണ്യവാൻ, വിൻസെൻഷൻ അച്ഛന്മാരുടെ സ്വന്തമായിട്ടുള്ള വിൻസെൻ്റ് പോൾ പുണ്യവാൻ പറഞ്ഞിരിക്കുന്നത് പാവപ്പെട്ടവരുടെ മുറ്റമാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്നാണ്. പാവപ്പെട്ടവരുടെ മുറ്റമാണ്, ദ കോർട്ടിയാർഡ് ഓഫ് ദ പുവർ ഈസ് ദ വേ ടു ദ ഹെവൻ എന്നാണ് വിൻസെൻ്റ് പോൾ പുണ്യവാൻ പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്കറിയാം, അപ്പോൾ നമ്മൾ എത്രമാത്രം വചനം ധ്യാനിച്ച് വായിച്ച് പഠിച്ചാലും, എത്ര കുർബാന നമ്മൾ പങ്കെടുത്താലും നമ്മുടെ ക്രിസ്തീയ ജീവിതം പൂർത്തിയാകുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പാവപ്പെട്ടവരിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ്. പാവപ്പെട്ടവരുടെ കാര്യത്തിൽ നമുക്ക് എന്തുമാത്രം താല്പര്യമുണ്ടെന്നതിനെ ആശ്രയിച്ചാണ് കാര്യങ്ങളുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ മരിയൻ ഒപ്പീസ്, സൊഡാലിറ്റി ഒപ്പീസൊക്കെ ചൊല്ലുന്ന അവസരത്തിൽ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, നമ്മൾ ആവർത്തിച്ച് ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ട്. നിൻ്റെ ഹൃദയമല്ലാതെ ക്രിസ്തുവിന് വേറെ ഹൃദയമില്ല,
നിന്റെ കൈകളില്ലാതെ ക്രിസ്തുവിന് വേറെ കൈകളില്ല. നിന്റെ കാലുകളല്ലാതെ പാദങ്ങളല്ലാതെ ക്രിസ്തുവിന് വേറെ പാദങ്ങളില്ല. നിന്റെ നാവല്ലാതെ ക്രിസ്തുവിന് വേറെ നാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വളരെ മനോഹരമായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലുള്ള പ്രാർത്ഥന ചൊല്ലിയതൊക്കെ നമ്മൾ ഓർക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ദൈവത്തിൻ്റെ വചനവും ഈ വിശുദ്ധ കുർബാനയും മൂന്നാമത് എത്തി നിൽക്കേണ്ടത് ഈ മനുഷ്യരിലേക്കാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ദൈവവുമായി, സഭയുമായി, മനുഷ്യരുമായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തുന്ന 3 ശൃംഖലകളാണ് ദൈവത്തിൻ്റെ വചനം, അതുപോലെ തന്നെ വിശുദ്ധ കുർബാന, അതോടൊപ്പം തന്നെ മനുഷ്യരോടുള്ള നമ്മുടെ ആഭിമുഖ്യം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ എന്തുമാത്രം നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഇവയോടൊപ്പം നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ചർച്ച് ഈസ് ദ പുവർ, ചർച്ച് ഈസ് ഫോർ ദ പുവർ ആൻഡ് ചർച്ച് ഈസ് വിത്ത് ദ പുവർ എന്നുള്ളതാണ്. അപ്പോൾ സഭ പാവപ്പെട്ട സഭയായിരിക്കണം. നമുക്കറിയാം, നമ്മുടെ സഭ എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരുടെ സമൂഹമാണ്. ക്രിസ്തുവാണ് അത്. അപ്പോൾ ആ ക്രിസ്തു ഉണ്ടെങ്കിലേ സഭയുണ്ടാകുകയുള്ളൂ. ക്രിസ്തു ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ അത് ആൾക്കൂട്ടമായിട്ട് മാറും, വെറും ആൾക്കൂട്ടമായിട്ട് മാറും, ഒരു പാർട്ടിയായിട്ട് മാറും. അപ്പോൾ സഭയാകണമെങ്കിൽ ക്രിസ്തു ഉണ്ടാകണം. ക്രിസ്തു സഭയിൽ ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പുഷ്പിച്ചു നിൽക്കണം, വചനം വളർന്ന് വലുതാകണം. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയെ കേന്ദ്രീകരിച്ചുള്ള ഒരു സമൂഹമായിട്ട് മാറണം, യൂക്കറിസ്റ്റിക് കമ്മ്യൂണിറ്റി ആയിട്ട് മാറണം. അതിൻ്റെ എക്സ്റ്റൻഷനാണ് യഥാർത്ഥത്തിൽ ഈ പാവങ്ങളോടുള്ള നമ്മുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. നമുക്കറിയാലോ, ഇത് കൃത്യമായിട്ട് ഈ സഭയും ക്രിസ്തുവും തമ്മിലുള്ള ഈ അഭേദ്യമായ ബന്ധം, സഭയില്ലാതെ ക്രിസ്തു ഇല്ലെന്നും ക്രിസ്തു അല്ലാതെ സഭയില്ലെന്നുള്ള ആ അടിസ്ഥാനപരമായിട്ടുള്ള ആ കാഴ്ചപ്പാട് ശരിക്ക് നമ്മൾ കാണുന്നത് പൗലോസ്ലീഹായുടെ ആ കാഴ്ചപ്പാടിലാണ്. പൗലോസ്ലീഹ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ വീണ അവസരത്തിൽ കർത്താവിനോട് ചോദിക്കുക, ലോർഡ് ഹു ആർ യു എന്ന് ചോദിക്കുന്നുണ്ട്. ലോർഡ് ഹു ആർ യു? കാരണം വളരെ അഭൗമികമായിട്ടുള്ളൊരു ശക്തിയാണ് തന്നെ കുതിരപ്പുറത്ത് നിന്ന് വീഴ്ത്തിയെന്ന് സാവൂളിന് മനസ്സിലായി. സാവൂൾ ശക്തനാണെന്നും ആദിമസഭയിൽ ക്രിസ്ത്യാനികളെ കൊന്നുകളയാനും തടവിലാക്കാനൊക്കെ ആയിട്ട് തീട്ടൂരവുമായി മാൻഡേറ്റുമായി കടന്നു പോയവനാണല്ലോ ശക്തനായിട്ടുള്ള സാവൂൾ. വളരെ വലിയ ചെറുപ്പക്കാരൻ, കർത്താവിനേക്കാളും 9 വയസ്സിന് താഴെയായിരുന്നു. കർത്താവ് 33 വയസ്സിൽ മരിക്കുമ്പോൾ സാവൂളിന് 24 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളതാണ് പാരമ്പര്യം പറയുന്നത്. അപ്പോൾ അത്രമാത്രം ചൈതന്യമുള്ള യുവത്വം തിളങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ താൻ വിശ്വസിക്കുന്ന താൻ ആയിരിക്കുന്ന മതത്തിന് വിള്ളലുണ്ടാക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഈ ആദിമ ക്രിസ്ത്യാനികളെ ഏത് വില കൊടുത്തും ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു പോയ ഒരു ചെറുപ്പക്കാരനാണ് സാവൂള്. പക്ഷെ ആ സാവൂള് കുതിരപ്പുറത്ത് ഇത്രയും വലിയ ശക്തനായിട്ട് പോയപ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഓർക്കാപ്പുറത്ത് സാവൂൾ വീണു പോകുമെന്ന്. അപ്പം മനസ്സിലായി. അപ്പോൾ സാവൂളിന് മനസ്സിലായി ഇതൊരു അഭൗമിക ശക്തിയാണ് തന്നെ വീഴ്ത്തിയത് എന്ന് മനസ്സിലായി. ഉടൻ തന്നെ സാവൂള് അവിടെ കിടന്നുകൊണ്ട് ചോദിക്കുകയാണ്, ലോർഡ് ഹു ആർ യു? ഈ ഒരു സാധാരണ മനുഷ്യനല്ല, കർത്താവാണ്, ശക്തനാണ് എന്നെ വീഴ്ത്തിയെന്ന് മനസ്സിലാക്കിയ ഉൾക്കാഴ്ച കിട്ടിയ സാവൂള് ചോദിക്കുകയാണ്, ലോർഡ് ഹു ആർ യു? ഉടൻ തന്നെ കർത്താവ് എന്താ പറഞ്ഞത്? നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. സാവൂള് പറഞ്ഞത് നീ പീഡിപ്പിക്കുന്ന ക്രിസ്ത്യാനികളുടെ തലവനായ യേശുവാണെന്നല്ല പറഞ്ഞത്, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. യഥാർത്ഥത്തിൽ കർത്താവ് ജീസസ് വാസ് ഐഡൻറ്റിഫൈ ഹിംസെൽഫ് വിത്ത് ക്രിസ്ത്യൻസ്, വിത്ത് ഹിസ് ഡിസൈപ്പിൾസ്. സഭയുമായിട്ട് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് തന്നെ താതാന്യപ്പെടുത്തുന്ന ഈശോയെ നമ്മളവിടെ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഈ താതാന്യപ്പെടൽ നമ്മുടെ ജീവിതത്തിന് ഭാഗമാകണം. നമ്മൾ യഥാർത്ഥ സഭാ മക്കളായിട്ട് ക്രിസ്തുവിൻ്റെ ശിഷ്യരായിട്ട് തീരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു വചനത്തോടുള്ള തുറവി, ഒരു തരത്തിലുള്ള മുൻവിധിയും കൂടാതെ തിരുവചനമെടുത്ത് വായിക്കാൻ, വചനം ഈശോ എനിക്ക് തരുന്ന സന്ദേശമാണ്, ഈശോ എനിക്ക് തരുന്ന ക്ഷണമാണ് എന്ന് മനസ്സിലാക്കി വചനത്തെ വായിക്കാൻ. ആ വചനം എത്തി നിൽക്കേണ്ടത് എവിടെയാണ്? കൂദാശ ജീവിതത്തിലേക്കാണ്. ആ കൂദാശ ജീവിതത്തിൻ്റെ പാരമ്യമാണ് നമുക്കറിയാം. ഏറ്റവും ഉയർന്ന രൂപമാണ് വിശുദ്ധ കുർബാന. അപ്പോൾ വിശുദ്ധ കുർബാനയിലേക്ക് എത്തി നിൽക്കാത്ത ദൈവവചനം, ഇന്നിപ്പോൾ പലരും പറയുന്നുണ്ട് എന്തിനാ പള്ളിയിൽ പോകുന്നത്, എന്തിനാ കുർബാന സ്വീകരിക്കുന്നത്? കാരണം വീട്ടിലിരുന്ന് വചനം വായിച്ചാൽ മാത്രം പോരെ. നമ്മുടെ കത്തോലിക്കരല്ലാത്ത ക്രിസ്ത്യാനികളൊക്കെ എത്രയോ പേര് വചനം മാത്രം കേട്ട് ജീവിക്കുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ വചനം കേട്ട് അതിൻ്റെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ കൂദാശ ജീവിതത്തിലേക്ക് വരണം.
കൂദാശ ജീവിതമില്ലാത്ത വചനം ഒരിക്കലും പൂർണ്ണമല്ല. വചനം കൂദാശയിലേക്ക് നയിക്കണം. ആ കൂദാശകളുടെ പാരമ്യമാണ് യോഗ്യതയോടുകൂടിയുള്ള വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തവും കുർബാന സ്വീകരണം. പ്രിയപ്പെട്ടവർ, അത് നമ്മുടെ ജീവിതത്തിന് ഭാഗമാകട്ടെ. അതിനുശേഷമുള്ള നമ്മുടെ സഹോദരന്മാരോടുള്ള നമ്മുടെ കാഴ്ചപ്പാട്, നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഒന്നും എല്ലാവരെയും സഹായിക്കാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധ കുർബാന ജീവിതമായി തീരുന്നൊരവസ്ഥ ഉണ്ടാകണം. ജീവിതമായി തീരുന്ന അവസ്ഥ, അതായത് നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ പണവും നമുക്കുള്ള സാധ്യതകളൊക്കെ ഇല്ലാത്തവരുമായി കൂടി എന്തെങ്കിലും ഷെയറിങ്ങിലേക്ക് എത്തി നിൽക്കാത്ത വചനവായനയും ഷെയറിങ്ങിലേക്ക് എത്തി നിൽക്കാത്ത കുർബാനയോടുള്ള ഭക്തിയും കുർബാന പങ്കാളിത്തവും ക്രിസ്തീയ ശിഷ്യത്വത്തിൽ അപൂർണമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സത്യം മനസ്സിലാക്കി പൗലോസ്ലീഹായെ പോലെ ഞാൻ സഭയെ സ്നേഹിക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ ഞാൻ സഭയെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ സിപ്രിയാൻ പറയുന്നത്, സഭയാകുന്ന അമ്മയെ സ്നേഹിക്കാത്തവർക്ക് പിതാവായ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തെ പിതാവായി കാണുന്നവന് സഭയെ മാതാവായി കാണേണ്ടി വരും. അങ്ങനെ നമ്മുടെ ജീവിതം സഭയുമായി, ദൈവവുമായി, സഭയുമായി, മനുഷ്യരുമായിട്ടുള്ള ഒരിക്കലും മാറാത്ത ഒരു ബന്ധമായിട്ട് തീരട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നല്ല ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും അതിനാവശ്യമുള്ള കൃപ സമൃദ്ധമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.